കൊച്ചി പള്ളുരുത്തിയിൽ അണികൾക്ക് ആവേശം പകർന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് തുടർഭരണത്തിനുള്ള ആദ്യ ചുവടെടുപ്പാകും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൊച്ചി പള്ളുരുത്തിയിൽ LDF സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റാലി ആവേശഭരിതമാക്കാൻ നിരവധി നേതാക്കളും അണിനിരന്നു. കേരളത്തിൽ തുടർച്ചയായ മൂന്നാം ഭരണത്തിലേക്ക് LDF എത്തുമെന്ന പ്രഖ്യാപനം നടത്തി CPM സംസ്ഥാന സെക്രട്ടറി M ഗോവിന്ദൻ. കൊച്ചി പള്ളുരുത്തിയിൽ നടന്ന LDF കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മൂന്നാം ടേമിലേക്ക് കടക്കുമെന്നതിന്റെ പ്രഖ്യാപനം നടത്തുന്നതിന്റെ ആദ്യ ചുവടുവെപ്പായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കേവലമായ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, രാഷ്ട്രീയം തന്നെ അതിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന രീതിയിൽ കേരളത്തെ മാറ്റാനാണ്. ഈ കോർപ്പറേഷൻ തന്നെ എത്രത്തോളം മാറിയിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അനുഭവവേദ്യമാണ് ഈ കൊച്ചി കോർപ്പറേഷൻ. ഈ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും LDF വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ ജനവിധി പ്രതിഫലിക്കുമെന്നും MV ഗോവിന്ദൻ ഉറപ്പു പ്രകടിപ്പിച്ചു. CPM പള്ളുരുത്തി ഏരിയ സെക്രട്ടറി KS രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ, വോട്ടർമാരുടെ മുമ്പാകെ ജനങ്ങൾ നൽകുന്ന അംഗീകാരത്തിന് എന്തെല്ലാമാണ് തങ്ങൾക്ക് ചെയ്യാൻ കഴിയുക എന്നത് സംബന്ധിച്ച് അക്കമിട്ട് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക മലയാളികളായ എല്ലാ മനുഷ്യരെയും അവരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവതരിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി S സതീഷ്, മുൻ MLA ജോൺ ഫെർണാണ്ടസ്, CPI ജില്ലാ കമ്മിറ്റി അംഗം സഞ്ജിത്ത്, CPI നേതാവ് K സുരേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PA പീറ്റർ, TV അനിത, പള്ളുരുത്തി മണ്ഡലം സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP ഷെൽവൻ അടക്കമുള്ള മുന്നണി നേതാക്കൾ ശക്തി പ്രകടനത്തിന്റെ ഭാഗമായി. മാത്രമല്ല, കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ ഇതെല്ലാം കൃത്യമായി നടക്കണമെങ്കിൽ നമ്മുടെ പ്രദേശത്തു നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ ജയിച്ചു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. LDF അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അധ്യാപികയുണ്ട്, വക്കീലുണ്ട്, വിദ്യാർത്ഥിയുണ്ട്, അങ്ങനെ വിവിധ മേഖലകളിൽ ഏറ്റവും പ്രബലരായ, ജനസേവനം നടത്താൻ പറ്റിയ ഏറ്റവും യോഗ്യരായ ആളുകളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇവരെല്ലാം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഒരു ടീഷർട്ട് വെറും 140 രൂപയല്ലേ ഉള്ളൂ. 3 ജീൻസിന് വെറും 999 രൂപയല്ലേ ഉള്ളൂ. ഷോർട്സ് 99 രൂപ, സ്ലിപ്പർ 99 രൂപ, 2 ഷർട്ടിന് വെറും 740 രൂപയുള്ളൂ. ഏറ്റവും പുതിയ ചുരിദാർ സെറ്റുകൾ അഫോർഡബിൾ പ്രൈസ്. അങ്ങനെ സോൾട്ട് ഫാഷനിൽ എല്ലാ ഓഫറാണ്. ദ സോൾട്ട് ഫാഷൻ.